കിട്ടുന്നില്ലല്ലോ. ഇവള് മാറ്റി എവിടെ പോയി കിടക്കാം? എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞു വിളിച്ചേ? വാടാ. ഡീ, നീ കരഞ്ഞോ? കുറെ ദിവസമായി പിണങ്ങിയിരിക്കുവായിരുന്നല്ലോ. ഇവള് കുറച്ച് ദിവസമായിട്ട് എന്നെ വിളിക്കാറുമില്ല. ഇവിടെ ദേഷ്യത്തിനൊരു കുറവുമില്ല. ഞാൻ എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കത്തുമില്ല. എന്നാ ഞാൻ കുറച്ച് ദിവസം വിളിക്കാതിരുന്നാലോ? അതവൾക്ക് സഹിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്നെ ഇപ്പൊ വിളിച്ചു വരുത്തിയെന്ന് എനിക്കറിയാം. ഇവനും മോശമല്ല കേട്ടോ. ഇവളോട് വഴക്കിട്ട് പിന്നെ ആകെ ശോകമാണ്. മിണ്ടായിട്ടുമില്ല, പിന്നെ ദേഷ്യവും. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അടിയാ. എന്താ രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുന്നേ? എവിടെ നീതും കീർത്തനയും? ഇത് വേറെന്തോ പ്രശ്നമാണ്. ഇവർ രണ്ടാളും ഇന്നലെ ഉറങ്ങിയിട്ട് പോലില്ലാന്ന് തോന്നുന്നു, മുഖം കണ്ടിട്ട്. നീതുവും കീർത്തനയും മിസ്സിംഗ് ആണ്. മിസ്സിങ്ങോ? എന്താ ഈ പറയുന്നത്? എല്ലാം ഞാൻ കാരണം. നീ കാരണോ? നിങ്ങൾ പറയുന്ന ആ ബോഡി കാണുന്നതും അവരുടെ മിസ്സിങ്ങും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്? അതിനുശേഷം എനിക്കൊരു കോൾ വന്നിരുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അയാൾ എന്നോട് പറഞ്ഞു. അതാരാണെന്ന് എനിക്കറിയില്ല. നിന്നെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അയാൾ പറഞ്ഞു. ആ സംഭവം നടക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ആ സമയത്ത് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ അയാളോട് കോൾ വന്നോ? ഇല്ല. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? എടാ അത് വേണ്ടടാ. വന്ന കോളിന്റെ നമ്പർ ഒന്ന് തന്നെ. എൻ്റെ ഒരു കസിൻ സൈബർ സെല്ലുണ്ട്. ഞാൻ ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ. അന്ന് ഫുഡ് കൊണ്ടുവന്നതിന്റെ പേരറിയോ? ആപ്പിൽ അത് കാണുമായിരിക്കുമല്ലോ. രാഹുൽ എന്നാ. നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. പോയിട്ട് വരാം. ഇന്ന് പുതിയൊരാളോട് ഉണ്ടല്ലോ. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? അതെ, ശരിക്കും കുറച്ച് ദിവസമായിട്ട് ഇവിടെ എന്തായി നടക്കുന്നേ? എന്ത് നടക്കാൻ? ചേച്ചി ജോലി ആയിട്ട് പോകാൻ നോക്ക്. കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങളെ കാണുന്നല്ലേ ഞാൻ. ആർക്കും ഭക്ഷണവും വേണ്ട, പഴയ ഒച്ചയും ബഹളവും ഒന്നുമില്ല. മുഖത്ത് മൊത്തം ടെൻഷനും പേടിയും മാത്രം. ഈ കൊച്ചിന്റെ കോലം കണ്ടില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നേ. ഒന്നുമില്ല ചേച്ചി, ചേച്ചിക്ക് വെറുതെ തോന്നുക. ഓഫീസിൽ ഓരോ ടെൻഷൻ. രേഷ്മയും പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നോ. മറ്റേ 2 പേരും എവിടെ? അവർ വീട്ടിൽ പോയിരിക്കുക. എന്താ പെട്ടെന്ന്? അതെന്താ അവർക്ക് വീട്ടിൽ പോയിക്കൂടെ? ചേച്ചി ജോലി ചെയ്യാൻ നോക്ക്. ഞാനൊന്നും ചോദിക്കുന്നില്ലേ.
ഇവരെ സൂക്ഷിക്കണം. എന്തേലും വീണ് കിട്ടാൻ നോക്കിയിരിക്കുക. അതോടെ നമ്മുടെ ജീവിതം തീരും. ചേച്ചി, ആ ഞങ്ങൾ വീട്ടിൽ പോവാൻ നാളെ. ഇനി വിളിക്കുമ്പോൾ ചേച്ചി വന്നാൽ മതി. എന്താ പെട്ടെന്ന് എല്ലാരും കൂടെ ഒരു വീട്ടിൽ പോക്ക്? ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഒരു കല്യാണമുണ്ട് ചേച്ചി. ഓ ആയിക്കോട്ടെ, വിളിച്ചാ മതി. ഞാൻ പോണേ. നിങ്ങളുടെ കീർത്തനയെ നീതു അവളുമാരുടെ അഹങ്കാരം ഞാനങ്ങ് മാറ്റാൻ പോവാ. എന്താടാ, ആരാ വിളിച്ചേ? അന്ന് വിളിച്ച അയാൾ തന്നെ. അയാൾ എന്താ പറഞ്ഞേ? നീതും കീർത്തനയും. എന്താ അവർക്കെന്താ പറ്റിയേ? അവരെ കൊണ്ടുപോയത് അയാളാണെന്ന്. പോലീസിൽ പറഞ്ഞാൽ ഡെലിവറി ബോയെ കൊന്ന കേസ് അയാൾ അറിയിക്കുമെന്ന്. വേറെ എന്തേലും പറഞ്ഞോ? അയാളുടെ ജീവനെ നമ്മൾ കൊന്നൂന്ന്. എന്ന് വെച്ചാ? എനിക്ക് മനസ്സിലായില്ല. അത്രയും പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. ഹലോ ഡീ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അവരെ കണ്ടു കിട്ടിയോ? അതല്ല, പിന്നെ ആ ഡെലിവറി ചെക്കനൊന്നും പറ്റിയിട്ടില്ല. ഏ അതേടി, അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല. ഞങ്ങൾ പക്ഷേ സൊമാക്കോയിൽ അന്വേഷിച്ചപ്പോൾ അവന് ജോലി കിട്ടി ദുബായിക്ക് പോയി എന്നറിഞ്ഞേ. അതെങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡീ, ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്കിക്കേ, അത് തന്നെ അല്ലേന്ന്. അതെ, ഇത് തന്നെയാ. ഇത് അവിടെയുള്ള അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. അവൻ നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. ശരി, ഞങ്ങൾ വരാൻ വൈകിട്ട്. ഓക്കെ ഡി. വെക്കല്ലേ. ഒരു കാര്യം, അയാൾ വീണ്ടും എന്നെ കോൾ ചെയ്തു. ആ, അവൻ്റെ ഡീറ്റെയിൽസ് ഉടനെ കിട്ടും, നമുക്ക് നോക്കാം. ശരിയടി. ശരി. ഡാ, അയാൾ മരിച്ചിട്ടില്ല. ആര്? ആ ഡെലിവറി ബോയ്. നീ എന്തായി പറയുന്നേ? നീയോ? എന്താ? നിങ്ങൾ വീട്ടിൽ പോവാണോ? എന്തു പറ്റി? ഷീല പറഞ്ഞു കീർത്തനെ നീതും പോയിന്ന്. നാളെ നിങ്ങളും പോവാണോ? അതിന് നിനക്കെന്താ? ഇതെന്താ നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ? ഒന്നുമില്ലല്ലോ, നമ്മൾ അടുത്ത് താമസിക്കുന്നവരല്ലേ. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറിയാടോട്. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ജാൻസി എന്നോട് പറഞ്ഞതാ പോണ്ടാൻ. ഇവിടെ ആരൊക്കെയോ വരുന്നു പോകുന്നു. എന്തേലും പ്രശ്നം ഉണ്ടോന്ന് അറിയാൻ വന്നതാ. എന്തെങ്കിലും സഹായം വേണേ നിങ്ങളോട് ഒന്ന് ചോദിച്ചോളാം. ഓക്കെ? ഇതൊക്കെ മഹേഷേട്ടന്റെ ഭാര്യ അറിഞ്ഞാൽ ഫ്ലാറ്റ് മാറാൻ പറയും. അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഞാൻ പോവാ. ആവോ? അളിയാ, നീ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് രക്ഷപ്പെട്ടല്ലേടാ. ഞാനിപ്പോ പുറത്തോട്ട് ഇറങ്ങുന്ന തന്നെ പേടിച്ചിട്ടാ. നിനക്ക് ഞാനൊരു ജോലി ശരിയാക്കുന്നുണ്ടാ. നമുക്ക് ശരിയാക്കാം. പക്ഷേ ഇപ്പൊ വേറൊരു പ്രശ്നം. എന്താടാ, എന്തു പറ്റി? എന്നെ അന്വേഷിച്ച് രണ്ടുപേര് ചുമക്കയിൽ ചെന്നിരുന്നുവെന്ന്. അവളുമാരാണോ? അല്ലടാ, 2 ചെറുക്കന്മാർ എന്നെക്കുറിച്ച് അന്വേഷിച്ചു എന്ന്. എൻ്റെ നമ്പറും മേടിച്ചു, എൻ്റെ ഫോട്ടോയും. അവളുമാരുടെ ആരെങ്കിലും ആണോ? എനിക്കും ഡൗട്ടുണ്ടാ. നീ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോ. നീ എന്നെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടിട്ടല്ലോടാ, പേടിയാവുന്നു. നീ പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് നിന്റെ വിസ ഞാൻ റെഡിയാക്കാം. ഓക്കേടാ, ഞാൻ രാത്രി വിളിക്കാം. നീ പുറത്തൂടെ അധികം കറങ്ങണ്ട. ശരി, ഞാൻ പെട്ടുപോയില്ലേ. ആവശ്യമില്ലാത്ത പണിയായിപ്പോയി.
ഇതാണ് എൻ്റെ കസിൻ അഖിൽ. ഞാനെന്ന് പറഞ്ഞില്ലേ സൈബർ സെൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അന്ന് ആ മാളിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ. ഏതോ ഒരുത്തന്മാരുടെ ദേഹത്ത് പിടിച്ചു എന്ന് പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കിയെന്നോ? അതെ, അയാൾ കീർത്തനയായിരുന്നു പിടിച്ചത്. അന്ന് ഞാനും ഷോപ്പിങ്ങിന് അവിടെ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ ഒന്ന് കഴിഞ്ഞതല്ലേ? നീ വിളിച്ചവൻ്റെ ഡീറ്റെയിൽസ് പറ. അത് ഇടുക്കി കാമാക്ഷിയിലുള്ള ഒരാളാണ്, പേര് റാം പ്രകാശ്. പക്ഷേ അയാളൊരു ബംഗാളിയാണ്. അയാളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ അവിടെ പോലീസ് സ്റ്റേഷനിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ മൊബൈൽ വാങ്ങി മറ്റാരെങ്കിലും വിളിച്ചതാവാം. ഇവിടെ പോലീസായി വന്നവനാകുമോ അത്? അവനാ രാഹുലിൻ്റെ സുഹൃത്തല്ലേ? ഈ കാര്യങ്ങൾ അവനല്ലേ എല്ലാം അറിയാവുന്നത്? ശരിയാ, അല്ലാതെ വേറെ ആർക്കും ഇതൊന്നും അറിയില്ലല്ലോ. ശരിക്കും ഇതിന് പിന്നിൽ ആരോ കളിക്കുന്നു.